അപ്പൊ ഇന്നത്തെ സ്പെഷ്യല് കല്ലുമ്മക്കായ് ബിരിയാണിയാണ്. ഇതാ കല്ലുമ്മക്കായന്റെ തോടെല്ലാം പോക്കി ഞാൻ നല്ലോണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പും മഞ്ഞളും മുളകും എല്ലാം മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് എന്താ പറയാ വറുത്തെടുക്കണം. അപ്പൊ ഞാനിതാ ഇതെല്ലാം റെഡിയാക്കി കല്ലുമ്മക്കായ് വറക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കണല്ലോ. അതിന് ഉള്ളിയും തക്കാളിയും കുക്കറിലിട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ ഇതാ ഞാൻ ഉള്ളിയും തക്കാളിയും എല്ലാം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ മല്ലിപ്പൊടിയും പിന്നെ കുരുമുളകും എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കുക്കറിൽ ഒരു 5-6 വിസിലിട്ടിട്ട് വേവിച്ചെടുക്കുക. പിന്നെ നമുക്കിനി ഇതിന്റെ റൈസ് തയ്യാറാക്കണല്ലോ. അപ്പൊ ഞാൻ ഒരു പാട്ട് അരിയാണ് എടുത്ത് അതിനിതാ ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നല്ലോണം തിളക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയും കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സാക്കി നല്ലോണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇങ്ങനെ വെട്ടിത്തിളക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകവും പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കായും ഒന്നും ഇട്ടിട്ടില്ല. അതായിരിക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ട് അതിട്ടില്ല. അപ്പൊ ഇതാ വെള്ളം നല്ലോണം തിളക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റിയെടുത്ത അരിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് ഒരു ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അപ്പൊ ഇതങ്ങനെ എൻ്റെ റൈസ് നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണ്ടേ. കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പും എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഈ പാനിൽ തന്നെ കല്ലുമ്മക്കായ് വറുത്തെടുത്ത പാനിൽ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നമ്മൾ കുക്കറിൽ വേവിച്ച സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് ഇതിലേക്ക് വറുത്ത് വെച്ച കല്ലുമ്മക്കായന്റെ പകുതി ഭാഗം ഞാൻ ചേർത്തിട്ടുണ്ട്. പകുതി അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് റോസ് വാട്ടറിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് നമ്മുടെ റൈസിൽ കുറച്ച് ക്യാരറ്റും പിന്നെ ഇത് ഈ മഞ്ഞളുടെ ഇതും കൂടി ചേർത്ത് പിന്നെ ബാക്കി എടുത്തു വെച്ച കല്ലുമ്മക്കായും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് അലങ്കരിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇതാ മസാല റെഡിയായി, റൈസും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു കപ്പിലേക്ക് ആക്കിയിട്ട് ഞാനൊരു പ്ലേറ്റിൽ ഒരു സ്റ്റൈലിന് വേണ്ടി ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ അതും റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഭക്ഷണം കഴിക്കാം. അപ്പൊ ഇതാ ഞാൻ തന്നെയാണ് ടേസ്റ്റ് നോക്കുന്നത്, വേറെ ആരുമില്ല, അതുകൊണ്ട് ഞാൻ തന്നെ. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ. കുറച്ച് തൈരും കുറച്ച് അച്ചാറും പിന്നെ കുറച്ച് കല്ലുമ്മക്കായും ചോറും എല്ലാം കൂടി കുഴച്ചടിച്ച് പിന്നെ ടേസ്റ്റ് നോക്കാൻ കുറച്ച് ഞാൻ അല്ലൂട്ടനും കൊടുത്തിട്ടുണ്ട് കേട്ടോ.